ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ ഹൈക്കമാൻഡ് നീക്കം ഫലം കാണുകയാണ്. രമേശ് ചെന്നിത്തല മന്ത്രിസഭയുടെ ഭാഗമാകുമെന്നാണ് സൂചന. കെ സി വേണുഗോപാൽ സംസ്ഥാനത്തെത്തിയാൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്നും അറിയുന്നു. വകുപ്പ് സംബന്ധിച്ച തീരുമാനങ്ങൾ രാത്രിയോടുകൂടി ഉണ്ടാകും. ദീപാദാസ് മുൻഷി ചെന്നിത്തലയുടെ വീട്ടിൽ നേരിട്ടെത്തി ചർച്ച നടത്തിയിരുന്നു. ആർ റോഷിബാലാണ് ചേരുന്നത് നമുക്കൊപ്പം. റോഷി, അപ്പോൾ ചർച്ചകളൊക്കെ ഫലം കാണുകയാണ്. ചെന്നിത്തല വീട്ടിൽ തന്നെ തുടരുകയാണ്. സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് മനസ്സിലാക്കുന്നു. ഏത് മന്ത്രിസ്ഥാനമായിരിക്കും ചെന്നിത്തല ആഗ്രഹിച്ചിട്ടുണ്ടാവുക? എന്ത് തരത്തിലുള്ള സമവായ ഫോർമുലയായിരിക്കും ഉരുത്തിരിയുക? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ ഇതാ മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള UDFന്റെ നേതൃയോഗം കന്റോൺമെന്റ് ഹൗസിൽ ആരംഭിച്ചു കഴിഞ്ഞു. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അപ്പോൾ ചെന്നിത്തലയുടെ കാര്യത്തിലുള്ള ആ ഒരു തീരുമാനം കൂടി അവിടെ KPCC പ്രസിഡന്റ് അവതരിപ്പിക്കേണ്ടി വരും. ഷിഹാസ്, കോൺഗ്രസ് മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഒരുപക്ഷെ അവിടെ കാര്യങ്ങൾ പറയാൻ സാധ്യത കുറവാണ്. കോൺഗ്രസ് മന്ത്രിസഭ, കാരണം അത് അന്തിമ തീരുമാനമായിട്ടില്ല. ഒരു പ്രാഥമികമായ കരട് പട്ടികയാണ് ഇപ്പോൾ KPCC അധ്യക്ഷനും പാർലമെന്ററി പാർട്ടി ലീഡറായ നിയുക്ത മുഖ്യമന്ത്രി VD സതീശനും തയ്യാറാക്കിയത്. KC വേണുഗോപാൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ അതിന് ഔദ്യോഗിക അംഗീകാരം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ പട്ടിക അവിടെ നൽകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിനു പകരം കോൺഗ്രസിന്റെ മന്ത്രിസഭാ രൂപീകരണം ഇന്ന് രാത്രിയോടെ പൂർത്തിയാകും, അല്ലെങ്കിൽ നാളത്തോടെ പൂർത്തിയാകും എന്ന വിവരം ഈ UDF നേതൃയോഗത്തെ KPCC അധ്യക്ഷൻ അറിയിക്കാനാണ് സാധ്യത. അതിനപ്പുറത്തേക്ക് UDFന്റെ പ്രധാനപ്പെട്ട ഘടകകക്ഷികളുടെ ആർക്കൊക്കെ എത്ര മന്ത്രിസ്ഥാനം നൽകണം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് അവിടെ പ്രധാനമായി നടക്കുക. മന്ത്രിസഭാ വിഭജനമാണ് സീറ്റ്. അതിൽ ഏറ്റവും പ്രധാനമായുള്ളത് ആകെയുള്ള എത്ര മന്ത്രിമാരെ ഈ ക്യാബിനറ്റിൽ ഉണ്ടാകണം എന്ന തീരുമാനം പറയും. അതിൽ എത്ര മന്ത്രിമാരെ മുസ്ലിം ലീഗിന്, മറ്റു ഘടകകക്ഷികൾക്ക് എന്ന രീതിയിൽ ഒരു തീരുമാനമുണ്ടാക്കും. അതാണ് അവിടെ നടക്കുന്ന ചർച്ചകൾ. നിലവിൽ നേരത്തെ ഉള്ള തീരുമാനങ്ങൾ നേരത്തെ തുറന്ന രീതികളായിരിക്കും സാധ്യത. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തേതുപോലെയാകാം. ഒരുപക്ഷെ മുസ്ലിം ലീഗ് 5 മന്ത്രിസ്ഥാനം ആവശ്യപ്പെടുകയാണെങ്കിൽ, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കൂടുതൽ മന്ത്രിസ്ഥാനം ആവശ്യപ്പെടുകയാണെങ്കിൽ ആ ചർച്ചകൾ കൂടുതൽ നീളാനുള്ള സാധ്യത. അതിനപ്പുറത്തേക്ക് മറ്റ് ചർച്ചകൾ ഉണ്ടാകാൻ സാധ്യതയില്ല. വളരെ വേഗത്തിൽ തന്നെ ആ ചർച്ചകൾ പൂർത്തിയാക്കും. കാരണം ഇന്ന് അതിൽ VD സതീശന് കൊച്ചിയിലേക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. അവിടെ വലിയ സ്വീകരണ പരിപാടി കാത്തിരിക്കുന്നു VD സതീശനെ. അതുകൊണ്ട് തന്നെ ഒരു സുദീർഘമായ ചർച്ചയ്ക്ക് സാധ്യതയില്ല. പരമാവധി 1 മണിക്കൂർ കൊണ്ട് UDF യോഗം പൂർത്തിയാക്കാനാണ് സാധ്യത. വകുപ്പ് വിഭജന ചർച്ചകൾ ഉൾപ്പെടെ പിന്നീട് മാത്രമേ ഉണ്ടാകൂ.